നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിക്കുന്ന പണികൾക്ക് നേതൃത്വം കൊടുത്ത തമ്പി എന്നോടൊപ്പം ചേരുകയാണ്. തമ്പി, എപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പോലീസ് അറിയിച്ചത്? നിങ്ങൾ രാവിലെ 6 മണിക്ക്. ഇന്ന് രാവിലെ. നിങ്ങളാണോ ഈ ടാർപോളിനൊക്കെ കെട്ടിയത്? ഞാനായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ടാർപ്പ് വരെ കാര്യം അഴിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് വിചാരിച്ചു. ചെന്നപ്പോൾ സാറ് പറഞ്ഞു ഇതുപോലെ പൊളിക്കണം, കൂടെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. രാവിലെ ചോദിച്ചു. ഒന്ന് പറഞ്ഞപ്പോൾ വേറെ ഒരു ഉള്ളിയും കൂടെ വന്നു. അത് നിങ്ങളുടെ സുഹൃത്തായിരുന്നു? സുഹൃത്തിൽ അരങ്കോളിൽ കൗൺസിലർ വിളിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയും കൂടെ പൊളിക്കാൻ വേണ്ടി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പൊളിച്ചത്. എത്ര സമയം എടുത്തു പൊളിക്കാൻ? എത്ര മണിക്കാണ് തുടങ്ങിയത്? ഏകദേശം അറിയാം. പൊളിക്കാൻ തുടങ്ങി 7 മണി കഴിഞ്ഞു. 7 മണി കഴിഞ്ഞു. അപ്പൊ നിങ്ങളോട് ഇത് എന്തെങ്കിലും പേടിയല്ലോ ഉണ്ടായിരുന്നോ? ഇല്ല, പേടിയൊന്നും ഇല്ലായിരുന്നു. ഇതിന് മുമ്പേ മേശരി പണിയും കൂടെ ആയതുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കെട്ടും കാര്യങ്ങളും അറിയാന്നുള്ളത് നമ്മൾ പൊളിക്കാൻ പറഞ്ഞു. പൊളിച്ചു. എത്ര സമയം എടുത്തു പൊളിക്കാൻ? 7 മണിക്ക് തുടങ്ങി. 7 മണിക്ക് 9 മണിയായി. പിന്നെ 2 മണിക്കൂറിനകത്ത് വെച്ച് പൊളിച്ച് ബാക്കി എൻക്വയറി ഇതെല്ലാം ഉണ്ടായിരുന്നല്ലോ. അല്ല, പൊളിക്കാൻ എത്ര നേരം എടുത്തു? നിസ്സാര സമയമുള്ളൂ, കുറച്ച് സമയമുള്ളൂ. ആദ്യത്തെ മുകളിലത്തെ സ്ലാബ് ഇളക്കി, പിന്നെ മുകളിലത്തെ സ്ലാബ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം അപ്പം സമാധി ആളുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. ഉണ്ടെന്ന് അറിഞ്ഞു. പിന്നെ അതിന്റെ എൻക്വയറി എല്ലാം കഴിഞ്ഞതിന് ശേഷം ചാരി വെച്ചിരിക്കുന്ന 2 സ്ലാബ്, മുൻവശത്തുള്ള 2 സ്ലാബ് ഇളക്കി, സൈഡിലുള്ള ഇഷ്ടികകൾ എല്ലാം മാറ്റി ഭസ്മത്തിലായിരുന്നു. മുഴുവൻ അരഭാഗം വരെ ഭസ്മത്തിലായിരുന്നു. ഭസ്മമെല്ലാം മാറ്റി പുള്ളി സമാധി ഇരിക്കും പോലെ ചമണം പോട്ടി ഇരിക്കുമായിരുന്നു. കൈ ഇങ്ങനെ തന്നെ വെച്ചിരുന്നു. സമാധി ഇരിക്കും പോലെ തന്നെ ചേർന്ന് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ വെളിയിൽ എടുത്തു. ബാക്കിയുള്ള പോലീസിന്റെ നടപടി കാര്യങ്ങളും ഇതിലേക്ക് നീങ്ങി. നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയുണ്ടായിരുന്നു? അതായത് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ? കാരണം എനിക്ക് ഇതിന്റെ ജോലി ഭാഗമായിട്ട് അത് പേടിയൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് വിശ്വാസിയാണോ? വിശ്വാസിയാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ തൊഴുതിട്ടാ ചെയ്തത്. ആണോ? ഞാൻ രാവിലെ അമ്പലത്തിൽ തൊഴുതിന് ശേഷമാണ്. എവിടെയാണ് പോയത്? അവിടെ തന്നെ, അമ്പലത്തിൽ തന്നെ, കൈലാസനാഥന്റെ അമ്പലത്തിൽ തന്നെ തൊഴുതിന് ശേഷമാണ്, ശിവക്ഷേത്രത്തിൽ തൊഴുതിന് ശേഷമാണ് ഈ സമാധി പൊളിക്കുന്നത്. അത് ചെയ്തത് ശരിയാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ഇത് ഒരു ജോലിയുടെ ഇത് ഭാഗമാണ് ഞാൻ ചെയ്ത ജോലിയാണ് ഭാഗമാണ്. അതില് വേറെ ശരിയാ തെറ്റോ ഇല്ല. ഇവരുമായിട്ട് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല, എല്ലാവരുമായിട്ട് പരിചയമുണ്ട്. ഇതിപ്പം കോടതി വിധിയല്ലേ, അതില് നമുക്ക്. നാളെ മഹാസമാധി ഇരുത്താൻ പോവുകയാണ്. അത് നല്ല കാര്യം. സമാധി ഇരുത്തണം, നല്ല കാര്യമില്ല. ഇപ്പൊ എല്ലാവരും നാട്ടുകാരും മൊത്തം എല്ലാം അറിഞ്ഞ് നടത്തുന്നതല്ലേ. അപ്പൊ ഈ ഒരാഴ്ചയോളം അവരെ വെറുതെ സംശയിച്ചില്ലേ കുടുംബം? അല്ല, സംശയം ഇപ്പം കാരണം വേറെ ഒരാൾ അറിയാത്തടത്തോളം കാലം അത് സംശയമായിട്ടല്ലേ ഇരിക്കുള്ളൂ. ആ സംശയമാണ്. അതിലിപ്പോ പരിഹാരമായി. അവരെ സംശയിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ സ്ഥലത്തിന് അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എന്നൊരു പേര് വരും അല്ലെ? അതൊക്കെ നല്ല കാര്യമാണ്. അപ്പൊ വ്യക്തിപരമായി നിങ്ങൾ അങ്ങനെ ഒരു ഇതിന്റെ ഭാഗമാവുകയാണ്. സമാധി സ്ഥലം പൊളിച്ചയാള് നിങ്ങളാണ്? നമ്മള് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തേ ഉള്ളൂ. അല്ലാതെ ഈ വൈരാഗ്യത്തിന്റെ ഇത് അങ്ങനെ ഒന്നുമില്ല. ഈ സമാധി ജോലി വിളിച്ചു. അപ്പൊ നാളെ ഇത് മഹാസമാധി അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതൊക്കെ അവരുടെ കാരണം എന്ന് വെച്ചാൽ അവരുടെ അമ്പലം വഴിയുള്ള സമാധി ഇരിക്കുന്ന അയാളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ ഇതൊരു സേവനമായിട്ടാണോ ചെയ്തത്? എങ്ങനെയാണ് ഇന്ന് അതിനെ പറ്റില്ല. എന്റെ ടാർപ്പ അവിടെ 6 ടാർപ്പ വാടകയ്ക്ക് എടുത്ത് കെട്ടിയിരിക്കുകയാണ്. 6 ടാർപ്പ അഴിക്കാൻ വേണ്ടിയാണ് ഇത്രയും. കാരണം എന്തായാലും എനിക്ക് അത് കഴിഞ്ഞാൽ ഇത് അഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വാടകക്കാരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടാർപ്പ വേണമെന്ന് പറഞ്ഞു. അപ്പൊ SI പറഞ്ഞിരുന്നു കുഴപ്പമില്ല, ഇന്ന് രാവിലെ ആക്കാന്ന് പറഞ്ഞു. അപ്പൊ രാവിലെ ഇപ്പൊ നിംസില് പുള്ളിയെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിംസിലല്ലേ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി. ഇനി ഇത് നാളെ മഹാസമാധി എന്ന് പറയുന്നു. അപ്പൊ ഇനി അതും കഴിഞ്ഞേ പൊളിക്കാൻ പറ്റുള്ളൂ. എന്താ ഇതിന്റെ ഒന്നും ഒരു മറുപടിയും അറിയത്തില്ല. അതാണ് ആശങ്ക. അപ്പൊ ഒരു സൈഡില് മഹാസമാധിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് കൊഴുക്കുന്നു. അതിനിടയിൽ ഈ തമ്പിക്ക് പറയാനുള്ളത്, അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമാധി സ്ഥലത്തെ കെട്ടിയ ടാർപ്പ അത് അഴിക്കാൻ പറ്റുന്നില്ല. അത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നോർത്താണ് രാവിലെ അവിടേക്ക് എത്തിയതെന്നാണ്. പക്ഷേ പോലീസ് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് മറ്റൊരു ദൗത്യമായിരുന്നു. ക്യാമറമാൻ C. വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.